നല്ല മൂവിയാണ്. ഒരു ഫീൽ ഗുഡ് മൂവി പോലെ കണ്ടോണ്ടിരിക്കാൻ പറ്റും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല പടം, നല്ല നല്ല അഭിനയമായിരുന്നു. ഓ മാർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു പടമാണ്. ഹൈപ്പ് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ പടമാണ്. കുറച്ച് ലാഗ് അല്ല, കോമഡി ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ആയിട്ട് തോന്നും. എടുത്ത് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ നല്ലൊരു പടം. നല്ല സബ്ജക്റ്റ് ആണ്, നല്ല മ്യൂസിക്, എല്ലാം. കോമഡി ഒരു ഫാമിലി എന്റർടൈനറാ, ഫാമിലി ബേസാ. ഉണ്ണിമൂന്ന് ഉണ്ടായിരുന്നു കൊള്ളാം. കാരണം മാർക്കോ കഴിഞ്ഞൊരു ക്യാരക്ടറിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാവരും പ്രതീക്ഷയിലാണ്. വേറെ ട്രാക്കാണ് അത്, വേറൊരു ട്രാക്ക്, ഇത് വേറെ ട്രാക്ക്, രണ്ടും ഡിഫറെന്റ് ജേണലിൽ വരുന്ന മൂവീസാണ്. നല്ല പടമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്റർവെൽ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ അതിനുശേഷം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ലെവലാണെങ്കിൽ നിഖിലാണെങ്കിലും ഉണ്ണിമുന്തനാണെങ്കിലും ബാക്കി ഒപ്പം ഉണ്ടായിരുന്ന സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നൈസ് പടമാണ്. ഇപ്പൊ മാർക്കോ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് ഉണ്ണിമൂന്നൊരു പടം വേണ്ട അത്യാവശ്യം ആളുകൾ പ്രതീക്ഷിക്കും. മാർക്കുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും ഡിഫറെന്റ് മോഡുലേഷനിലാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആക്ഷനും കാര്യങ്ങളും, ഇതെന്ന് പറഞ്ഞാൽ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാണാം. വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്റർടൈൻഡ് ആയിട്ടിരിക്കാം. കോമഡി എന്ന് പറയാൻ പറ്റില്ല, കോമഡി പ്ലസ് ഇമോഷൻ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോംബോ ആണ് അത് സംഭവം. നല്ലൊരു സബ്ജക്റ്റാണ്, അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡി പ്രതീക്ഷ ആരും വരണ്ട, ഇതൊരു ഇമോഷണൽ രീതിയിലാണ് പോയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ഫിലിമാണ്. അവരുടെ കോംബോ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും നല്ല, സുധീഷ് അതെല്ലാവരും നല്ല അഭിനയമാണ്. നല്ലൊരു തീമാണ്. ഫണ്ണായിട്ട് കണ്ടിരിക്കാൻ പറ്റത്തില്ല, ആരും അങ്ങനെ പ്രതീക്ഷ വരണ്ട. ഇമോഷൻസ് ആണ് കൂടുതൽ, അത് നമുക്ക് റിലേറ്റ് ഫാമിലി സബ്ജക്റ്റ് ആണ്, ഫാമിലി എന്റർടൈനറാണ്. ബ്രോഡാഡി ടൈപ്പ് നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റത്തില്ല, കൂടെ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. അത് തീം അതാ. നല്ല പ്രോഗ്രാം. നൈസ് ടു സീ ഉണ്ണി മുകുന്ദൻ ഇൻ എ ഡിഫറെന്റ് റോൾ. താങ്ക് യു. ഒരു ആവറേജ് മൂവി എന്നറിയാം. കാരണം കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ വിശേഷവും ഈ വർഷം ഇറങ്ങിയ അൺബോർഡ് കൺവെൻഷൻ, അതിൽ അതേ വിഷയം തന്നെയാണ് ഇതിലും പറയുന്നത്. ആ രണ്ടും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു, ഈ സിനിമ ഒരു നല്ല ഫിലിമായിട്ട് പറയും. മറ്റേ രണ്ടും കണ്ടിട്ട് വന്ന് കാണുകയാണെങ്കിൽ അതേ വിഷയം ഇതൊരു ഡോക്ടറുടെ ആംഗിളിൽ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സിനിമയിൽ ഒരുപാട് വലിയുന്നതായിട്ട് നമുക്കൊരു ഭയങ്കര മുഷിച്ചിലൊക്കെ കുറേ സമയമൊക്കെ തോന്നും. പിന്നെ എന്താ പറയുക, അത് രണ്ടും കാണാതെ വരുന്നവർക്ക് ഇതൊരു പുതുമ ഉള്ള സബ്ജക്റ്റായിട്ട് തോന്നും, കണ്ടുകൊണ്ടിരിക്കാം. അല്ലാതെ പിന്നെ എന്നാലും നമുക്ക് ഒരുപാട് ബോറിംഗ് ആയിട്ടുള്ള ഒരുപാട് സമയമുണ്ട്. സിനിമ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കുറേ കട്ട് ചെയ്തിട്ട് സിനിമ അങ്ങ് ലെങ്ത് കുറയ്ക്കായിരുന്നു. കോമഡി ഒന്നുമില്ല, അതൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ചെറിയ ഇത് കാണിക്കുന്നത് നമുക്ക് വളരെ വളിപ്പായിട്ട് തോന്നും. അമ്മാതിരി ഉള്ള ഒരു ഡയലോഗ്സ് ഒക്കെ. ഉണ്ണിമുഖന് പ്രത്യേകിച്ച് കോമഡി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അത്ര നമുക്ക് ദഹിക്കാറില്ല ഉണ്ണിമുഖന്റെ കോമഡി പലപ്പോഴും. പിന്നെ മറ്റേ ഒരു ചെകുത്താന്റെ ഒരു അതിൽ നിന്ന് ഇതിലൊരു നമുക്കൊരു ലവബിളായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഉണ്ണിമുഖൻ തന്നെയാണ് സിനിമ. അത്രേ ഉള്ളൂ, അല്ല പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒന്നും സിനിമയിലില്ല. മറ്റേ രണ്ട് ഫിലിം ഉള്ളത് കൊണ്ടാണ് ഈ അൺബോർഡ് കൺമണിയും വിശേഷവും. എനിക്കൊന്ന് ഇതിനെക്കാട്ടിയും ബെറ്റർ ആ രണ്ട് സിനിമയാണെന്ന് എനിക്ക് തോന്നി, പ്രത്യേകിച്ച് വിശേഷം. നല്ലൊരു മൂവി. പടം എനിക്ക് വലിയ രീതിയിൽ വർക്കൗട്ട് ആയില്ല. സിനിമ തുടങ്ങുന്നത് നമ്മുടെ മോഹൻലാലിന്റെ ഒരു നരേഷന്റെ കൂടെയാണ്. അപ്പം നല്ല രീതിയിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫണ്ണി ഒരു സിനിമയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വന്നിരുന്നത്. നമുക്കിപ്പം പ്രേക്ഷകർ തമ്മിൽ ഒരു നമ്മളിപ്പോൾ ഒരു നല്ലൊരു തിരക്കഥയാകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ ഒരു കോമൺ ത്രെഡിൽ കോർത്ത് എടുക്കണ്ടേ. ഇത് അങ്ങനെയല്ല, ഇത് റാൻഡമായിട്ട് കുറെ എന്തൊക്കെ ഈ സീൻ വരുന്നു, പിന്നെ അത് വരുന്നു, ഇത് വരുന്നു, ഇങ്ങനെ പോയി അവസാനം കൊണ്ടെത്തിച്ചിട്ട് ക്ലൈമാക്സ് ഒക്കെ എത്താറാകുമ്പോഴത്തേക്കും നമുക്കൊരു ഊഹിച്ചെടുക്കാം ഇങ്ങനെയായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല, കുറെ ഒരു ഫൺ എലിമെന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആകപ്പാടെ എനിക്ക് ഒരു തമാശ, നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു നടന്റെ ഒരു റെഫറൻസ് സീൻ വരുന്നുണ്ട്. അത് നല്ല രീതിയിൽ സിനിമയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ പോർഷന് കൊടുക്കുന്ന BGM അതും. പിന്നെ ഒന്ന് രണ്ട് ഇങ്ങനെ ഒരു നുറുങ്ങ് തമാശകൾ മാത്രമേ എനിക്ക് പേഴ്സണലി, അതേപോലെ